ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. ഇന്ന് നവംബർ 8 ദേശസ്നേഹികൾക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസവും അതേസമയം ദേശദ്രോഹികൾക്ക് ഉൾക്കിടിലം വരുന്ന ഒരു ദിവസവുമാണ്. 9 വർഷങ്ങൾക്ക് മുമ്പ് രാത്രി ഒരു 7 മണിക്കാണെന്ന് തോന്നുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ 8 മണിക്ക് എത്തും എന്ന വാർത്ത വരുന്നു. ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ സമയത്ത് പഠിക്കുകയായിരുന്നു, പ്രസ് ക്ലബ്ബിൽ, ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചർമാര് എന്നോട് വന്ന് പറയുന്നുണ്ട്, അതായത് ഈ ചാനൽസിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാര്, റിപ്പോർട്ടർമാരാണ് നമ്മുടെ ടീച്ചർമാര്. ഒരു പ്രമുഖ ഒരു ചാനലിന്റെ ചീഫ് റിപ്പോർട്ടർ വന്ന് പറഞ്ഞു, നരേന്ദ്രമോദി വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, ആദ്യത്തെ അഭിസംബോധനയാണ് രാജ്യത്തിന്, അപ്പോൾ എന്തെങ്കിലും പറയുമായിരിക്കും. നമ്മളിവിടെ എന്താണ് മനോരമ ന്യൂസിലും മാതൃഭൂമി ന്യൂസിലും ഒക്കെ നമ്മൾ ഡിബേറ്റ് പോകുന്ന സമയമാണ് 8 മണി. അപ്പൊ സ്വാഭാവികമായിട്ട് ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പേ 5 മിനിറ്റ് അതിന് വേണ്ടി കൊടുക്കാം. 5 മിനിറ്റ് അതിന് വേണ്ടി കൊടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നെ ഡിബേറ്റിലേക്ക് തന്നെ തിരിച്ചു വരാന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രധാനമന്ത്രി 8 മണിക്ക് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സൗണ്ടിൽ തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, ആജ് മധ്യരാത്രി यानी 8 नवंबर 2016 की रात्रि को 12 बजा से 500 रुपए, അദ്ദേഹം ഇങ്ങനെ കൈ കാണിക്കും കേട്ടോ, ഇങ്ങനെ 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. ഇത് പറഞ്ഞു തീർന്നത് ഒരു വലിയൊരു സുനാമി ആയിരുന്നു ഡെസ്കിൽ എന്നാണ് ടീച്ചർ എന്നോട് ആ സമയം പറഞ്ഞത്. ഡെസ്കിൽ ഒരു സുനാമി. കാരണം എന്താ ഈ പുള്ളിക്കാരൻ ഈ പറഞ്ഞത്, എന്താ ഈ സാധനം, ആക്ച്വലി ഇതിന്റെ പേര് നമ്മൾ മാധ്യമങ്ങൾ എങ്ങനെയാ കൊടുക്കേണ്ടത് എന്ന് ആ ടീച്ചർ ഇങ്ങനെ പറയുകയാണ്. കാരണം നമുക്കറിയില്ല ഇതെന്താ സാധനം. പിന്നീടാണ് ഇരുന്ന് ഇങ്ങനെ ഗസ്റ്റുകളെല്ലാം പിരിച്ചുവിട്ടു, ഓട്ടം, ഡെസ്കിൽ കിടന്ന് ഓട്ടം, ഗസ്റ്റുകൾ നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾ ഇനി ഇവിടെ ഇരിക്കണ്ട, ഇത് രാജ്യം വേറൊരു ലെവലിലോട്ട് രാജ്യം പോയി കഴിഞ്ഞു, ഇങ്ങോട്ട് ഇരിക്കണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പല പല വേറെ ഗസ്റ്റുകളെ അറേഞ്ച് ചെയ്യാനോട്ട്, നമുക്കറിയാം നമ്മളൊരു ഡെസ്കിൽ ഒരു ഗസ്റ്റിനെ എങ്ങനെയാണ് രാത്രി 8 മണിക്കുള്ള ഡിബേറ്റിന് രാവിലെ തൊട്ടേ വിളി തുടങ്ങും ഗസ്റ്റുകളെ, സാർ വരുമോ സാർ വരുമോ സാർ വരുമോ എന്നുള്ള വിളി തുടങ്ങും. അപ്പോൾ ഇവരെല്ലാം പിരിച്ചു വിട്ടിട്ട് പുതിയ ഗസ്റ്റുകളെ, സാമ്പത്തിക വിദഗ്ധരെ വിളിക്കുന്നു, അതിനിടയിൽ AK ആന്റണിയെ വിളിക്കുന്നു. സാർ എന്താണ് തോന്നുന്നത്, ഇത് തുടക്കത്തിൽ എനിക്കിത് നല്ലതാണെന്നാണ് തോന്നുന്നത്, ബാക്കി ഞാൻ പഠിച്ചിട്ട് പറയാം. എല്ലാവരുടെയും ഒരു അവർക്ക് എന്തെങ്കിലും വിഘാതം സംഭവിക്കുന്ന ഒരു വാർത്ത വന്നു ഉടനെ അവർ പറയും പഠിച്ചിട്ട് പറയാന്ന് പറയും. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്, പഠിച്ചിട്ട് പറയാം എന്നാണ് എല്ലാവരും പറയുന്നത്. ടീച്ചർ എന്നോട് പറഞ്ഞത് അവസാനം ഒരു രാത്രി ഒരു 10-12 മണിയൊക്കെ ആയപ്പോഴാണ്, 12 മണി വരെ അങ്ങനെ വാർത്ത ഇങ്ങനെ ഫുൾ ഫ്ലഡ്ജിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. 12 മണിയായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ സാധനത്തിന്റെ പേരാണ് നോട്ട് നിരോധനം. അപ്പോഴാണ് അതിന്റെ പേര് കിട്ടിയത്, നോട്ട് നിരോധനം. ചില മാധ്യമങ്ങൾ അതിനെ നോട്ട് റദ്ദാക്കൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു. അതിന്റെ 8ാമത്തെ വർഷമാണ്, അല്ല 9ാമത്തെ വർഷമാണ് ഇന്ന്, അതിന്റെ വാർഷികമാണ് ഇന്ന്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെ മാറ്റങ്ങളായാണ് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് വേണമല്ലോ. ഇപ്പോഴും ഇവന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ആ പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്റെ വീട്ടില് അവൻ ദിവാലി സെയിലിന് 45 ഇഞ്ചിന്റെ TV GST കുറച്ചത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ആയുഷ്മാൻ ഭാരതിൽ പോയിട്ട് വില കുറഞ്ഞ മരുന്ന് മേടിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇന്ന പദ്ധതികൾ നരേന്ദ്രമോദിയുടെ കീഴിലുണ്ട്, മുദ്രാ ലോണുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ നമ്മുടെ ഒരു രാജ്യം 140 കോടി ജനതയുള്ള ഒരു രാജ്യത്ത് ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഈ നോട്ട് നിരോധനം നടത്തുക എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാനായിട്ട് കാണിച്ചൊരു ഗട്ട്സ് ഉണ്ടല്ലോ, ഗട്ട്സ് വേറെ ഒരു പ്രധാനമന്ത്രിക്കും നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. എന്താണ് ഈ നോട്ട് നിരോധനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ബിജു ചേട്ടന്റെ ഒരു ഓർമ്മ, താങ്കൾ ആ സമയത്ത് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് നിൽക്കുകയായിരുന്നു, ഇതിലൊക്കെ ഊളിയിട്ടിറങ്ങി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് മാറ്റമാണ് നമ്മുടെ രാജ്യത്തിനുണ്ടായത്? നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ് ഈ ഒരു ഘട്ടത്തിൽ? ഇത് ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ശ്രീ LK അദ്വാനിയുടെ പിറന്നാൾ ദിനമാണ്. അദ്ദേഹം 1927 ജനിച്ചതാണ്. ഞാൻ മിക്കവാറും അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഒരു വാർത്ത ചെയ്യാറുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് ഞാൻ അതിന്റെ വീഡിയോ സഹിതം, അതായത് അദ്ദേഹത്തിന്റെ രഥയാത്രയുടെ ആദ്യ രഥയാത്രയുടെ വീഡിയോ സഹിതം ഒരു വാർത്ത ചെയ്തിരുന്നു. ഈ ന്യൂസ് ചാനലിലെ പോയിന്റിൽ തന്നെ അതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അല്പം സ്ക്രോൾ ചെയ്യാമെങ്കിൽ അത് കിട്ടും. ഇനി നമുക്ക് നോട്ട് നിരോധനത്തിലേക്ക് വരാം. ഈ ദിവസം ഇന്ന് നമ്മൾ എങ്ങനെ ഓർക്കുന്നു വെച്ചാൽ, സത്യത്തിൽ ഇത് BJP-ക്കാരും ആഘോഷിക്കുന്ന ഞാൻ കണ്ടില്ല. ഇത് സുഡാപ്പി പേജുകളിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടന്നിരിക്കുന്നത്. അവരുടെ പ്രൊഫൈലുകളെല്ലാം കരിദിനം, കറുത്ത ദിനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പോകുന്നത്. ഈ ദിവസം വരുമ്പോഴത്തേക്കും ഞാൻ സാധാരണ മാധ്യമപ്രവർത്തകർ ജോലിയെല്ലാം കഴിഞ്ഞാൽ വൈകുന്നേരം കൂടുന്നൊരു സ്ഥലമുണ്ടല്ലോ, ധനുഷിന് അറിയാമല്ലോ, ഞാനത് പ്രത്യേകിച്ച് പറയണ്ട. അവിടെ പോയി ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ
എല്ലാ ഓർഡറൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോഴാണ് 8 മണിക്ക് ഇത് വരുന്നത്. അപ്പൊ ടി വി നമ്മൾ പറഞ്ഞ് വെക്കാൻ പറഞ്ഞു. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അവർ ടി വി മാറ്റത്തില്ല, ഇല്ലെങ്കിൽ പാട്ടൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പൊ അന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ ഭാഷ ഒന്നിനും ഒരു തടസ്സമല്ല. പ്രധാനമന്ത്രി ഹിന്ദിയിലാണ് പ്രസംഗിച്ചത്. അപ്പൊ എന്റെ ക്യാമറമാൻ അടുത്തിരിപ്പുണ്ട്, ഇവന് ഹിന്ദി അറിയില്ല, ഇവന് മലയാളം തന്നെ ഉള്ളു ഇവൻ. അപ്പൊ ഇവൻ ഇത് കേട്ടിട്ട് അവന് പെട്ടെന്ന് അത് കത്തി എന്നുള്ളതാണ്. അതായത് ഒരു സാധാരണപ്പെട്ടവന് പോലെ അത് മനസ്സിലായി. 500 1000 നോട്ട് ഇവന് ഈ എന്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. സംഭവം പെട്ടെന്ന് തന്നെ ആ ഒരു ബഹളം ഉണ്ടായിരുന്ന ആ ഹാളിൽ എല്ലാം നിശബ്ദമായി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഒരു നിമിഷം ഒരു ബോംബ് വന്ന പ്രതീതിയാണ്. ഇനി ഇത് വാങ്ങിച്ചതിന് പൈസ കൊടുക്കണോ അതോ ഇനി രണ്ടാമത് മേടിക്കണോ എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. കാരണം പൈസ പോയല്ലോ, അല്ല ഇനി വാല്യൂ ഇല്ലല്ലോ. കാരണം ഇപ്പൊ പൈസ കൊടുത്താൽ അവന് എടുക്കത്തുമില്ല പൈസ എന്നൊരു ഒരു പ്രതീതിയാണ്. ഇതെല്ലായിടത്തും ഇതേ ഒരു പ്രതീതിയാണ്. അന്ന് തന്നെ നടക്കുന്ന ഒരുപാട് ഡീൽസുകളുണ്ട്. അതായത് സ്ഥലക്കച്ചവടം, ഇല്ലെങ്കിൽ മറ്റ് ഡീലുകൾ, കൈക്കൂലി. ചിലപ്പോൾ അന്ന് വൈകുന്നേരം കൈക്കൂലി വാങ്ങിക്കൊണ്ടുപോയ ഓഫീസർ അത് വീട്ടിൽ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ നാളത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ ഇതെല്ലാം തീരുകയാണ്. പക്ഷെ ആദ്യം എല്ലായിടവും വ്യാപിച്ച റൂമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കയ്യിലിരിക്കുന്ന ഈ 500 1000 നോട്ടിന് ഇനി വാല്യൂ ഇല്ല എന്നാണ്. അതുകൊണ്ട് എന്തോ ഒരു സാധാരണക്കാർ ഉൾപ്പെടെ ടെൻഷൻ അടിച്ചൊരു സമയമാണ്. പിന്നീട് ആണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി വരുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ലീഗലായിട്ടുള്ള, അതായത് കള്ളനോട്ടല്ലാത്ത 500 1000 ആണ്, നമുക്കത് മാറിയെടുക്കാമെന്ന് വന്നപ്പോൾ സാധാരണപ്പെട്ടവനൊക്കെ സന്തോഷമായി. കാരണം അവന്റെ കയ്യിലൊന്നും വലുതായിട്ട് 1000 500 നോട്ട് കാണില്ല. പക്ഷെ ഈ വലിയ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നവരൊക്കെ പെട്ടു. കാരണം ഇത് കണക്കുള്ളതാണെങ്കിൽ ബാങ്ക് മാറത്തില്ല, കണക്കില്ല. ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയ ഒരു, കാരണം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് ലോകത്ത് എവിടെയെങ്കിലും ഈ നോട്ട് നിരോധനം നടന്നിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. ലോകത്ത് ഏതാണ്ട് 4ഓളം രാജ്യങ്ങളിൽ, 4 അല്ല 6ഓളം രാജ്യങ്ങളിൽ നോട്ട് നിരോധനം വന്നിട്ടുണ്ട്. പക്ഷെ ആ രാജ്യങ്ങളെല്ലാം അതിന് തൊട്ടു പിന്നാലെ വലിയ ലഹളയും കലാപവും നടന്ന് രാജ്യങ്ങൾ തകർന്നുപോയി. അവിടെയാണ് ഞാൻ ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നേതാവിനെ നമ്മൾ നമിച്ചു പോകുന്നത്. കാരണം ഇന്ത്യ 140 കോടി ജനമുള്ളൊരു രാജ്യം, 2500 രജിസ്റ്റർഡ് പാർട്ടിയുണ്ട്. രജിസ്റ്റേർഡ് പാർട്ടികളെ കൂടാതെ ആപ്പ് വിധ്വംസക വിഘടനവാദ ഭീകരവാദ സംഘടനകൾ, രാജ്യം തകർക്കുന്ന NGO-കൾ, അങ്ങനെ എല്ലാവരും ഉള്ള ഒരു രാജ്യം, വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത സംസ്കാരമുള്ള ഒരു രാജ്യത്താണ് ഇത് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ക്രയവിക്രയം രാത്രിയിൽ 7:55 വരെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ 8 മണിക്ക് കൊടുക്കേണ്ട പൈസ സ്റ്റോപ്പ് ആകുകയാണ്. അവിടെ വാങ്ങുന്നില്ല. ഇനി എന്താ എന്നൊരു വലിയ ആശങ്ക, ബിസിനസ് ലോകത്തിന് ആശങ്ക, വ്യാപാരികൾക്ക് ആശങ്ക, എല്ലായിടത്തും ആശങ്ക. അവിടെ എനിക്ക് തോന്നുന്നു ആ സമയം കൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്ന ആ ഹാളില് കാലിയായി എല്ലാവരും. ഞങ്ങൾ ഉൾപ്പെടെ പുറത്തോട്ട് ഇറങ്ങുകയായിരുന്നു നേരം. കാരണം പിന്നെ എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷെ അത് പ്രഖ്യാപിക്കുമ്പോൾ ഇത്ര മാത്രം പറഞ്ഞ് അദ്ദേഹം പോയി. കാരണം ഇതൊരു റിസ്ക് പിടിച്ച പണിയാണ്. കാരണം ഒരു ഭരണാധികാരിയും ചെയ്യില്ലത്. കാരണം പിന്നീട് മോദി സർക്കാർ തെളിയിച്ച ഒരുപാട് കാര്യമുണ്ട്. മറ്റേ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത്, അതും നമ്മുടെ രാജ്യം കത്തും തകരും എന്നൊക്കെ പറഞ്ഞ് ഒന്നും സംഭവിച്ചില്ല. പൗരത്വ ഭേദഗതിയൊക്കെ നടപ്പാക്കി. എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ഞാൻ അദ്ദേഹത്തിന് മാർക്ക് കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിന് നോട്ട് നിരോധനം തന്നെ. ഒരു ഭരണാധികാരിയും താല്പര്യപ്പെടത്തില്ല. പക്ഷെ ഇത് കോൺഗ്രസ്സുകാർ മുൻപ് ആലോചിച്ചിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. മൻമോഹൻ സിംഗിന്റെ ചിന്തയിൽ 2014 മുമ്പ്, മോദി കയറുന്നതിന് മുമ്പ് അവരുടെ ചിന്ത എല്ലാം അവരുടെ ചിന്തകളിൽ മാത്രമേ ഉള്ളൂ. ജവഹർലാൽ നെഹ്റുവിന്റെ സ്വപ്നമാണ് നരേന്ദ്രമോദി നടപ്പിലാക്കുന്നതെന്നാണ് ഇവർ ബേസിക്കലി പറയുന്നത്. ചിന്തകളിൽ മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, റിയാലിറ്റിയിലല്ല. അല്ല, ആദ്യം അവർ പറഞ്ഞില്ല, അത് ആദ്യമല്ല, പിന്നീട് അതായത് സക്സസ് ആകുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ആ സമയത്ത് നമ്മുടെ ഈ കേരളത്തിലടക്കം ഇടതുപക്ഷമാണ് ഇതിനെതിരെ രംഗത്ത് വന്നത്. കാരണം ഈ സുഡാപ്പി ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്, SDPI അല്ല ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ ഈ ടീംസിനെ, ഈ കുതിരപ്പ് ടീംസിനെ എല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. അവരുടെ എല്ലാം കൂടെ ഒരു മൊത്തം കച്ചവടക്കാരായിട്ട് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറിക്കൊണ്ട് ഭയങ്കര നിശിതമായി. തോമസ് ഐസക് എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും നമ്മുടെ മന്ത്രി, അദ്ദേഹം പറഞ്ഞത് കളിയാക്കിക്കൊണ്ടാണ് ചോദിച്ചത്, ഇത് ആര് ഇത് എടുക്കും, കപ്പലിന്റെ കച്ചവടക്കാരൻ തോമസ് ഐസക്കിന്റെ ആ സമയത്ത് ഞാൻ തോമസ് ഐസക്കിനെ നിരീക്ഷിച്ചത്. തോമസ് ഐസക്ക് ആദ്യം കളിയാക്കിയില്ല, തോമസ് ഐസക്ക് ആദ്യം പൊട്ടിത്തെറിച്ചു. കാരണം തോമസ് ഐസക്ക് പൊട്ടിത്തെറിക്കാനുള്ള കാരണം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അന്ന് ധനമന്ത്രിയായിരുന്നു. സഹകരണ ബാങ്ക്, കോർപ്പറേഷൻ, സഹകരണ മേഖല, സകല ഇവരെ ഇടപാടും അതിനകത്താണ് മൊത്തത്തിൽ കിടക്കുന്നത്. സകലതും പൊട്ടിപ്പോകും. തോമസ് ഐസക്ക് ഇത് പൊട്ടിത്തെറിച്ചു. ഞാനിപ്പോഴും എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഇപ്പോഴും പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് തോമസ് ഐസക്ക് അങ്ങനെ പൊട്ടിത്തെറിച്ചു. ഒരുപാട് ഡീലുകൾ അന്തർധാരയിൽ നടന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം
അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അന്ന് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ. പുള്ളിക്കാരൻ ഈ സമയം നീട്ടിക്കൊടുത്തു, നോട്ട് മാറാനുള്ള സമയം നീട്ടിക്കൊടുത്തതിന് ശേഷം തോമസ് ഐസക് അതിനുശേഷമാണ് തോമസ് ഐസക് വന്ന് കളിയാക്കി തുടങ്ങിയത്. അപ്പൊ പുള്ളി റിലാക്സ്ഡ് ആണ്. ആ സമയം ഈ നീട്ടിക്കൊടുത്തിട്ട് ഉള്ള സമയം റിലാക്സ്ഡ് ആണ്. ആദ്യം തോമസ് ഐസക് പൊട്ടിത്തെറിച്ചു, ഇത് നടപ്പാകില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായിരുന്നു തോമസ് ഐസക്. അതൊന്നു വന്നു. ലോക്സഭയിൽ ചിദംബരം കളിയാക്കി. ചിദംബരം പറഞ്ഞു ഇതൊക്കെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ ദരിദ്രന്മാരുടെ രാജ്യമാണ്, ഇവിടൊക്കെ ഡിജിറ്റൽ പേയ്മെന്റ് ഒക്കെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അത് നടപ്പാക്കുന്ന ഒരു സമയം 2016 എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല. നമുക്ക് അത്രയൊന്നും ഇത് എങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാനുള്ള സംവിധാനം അന്നില്ല. മോദി കയറിയിട്ട് 2 വർഷമേ ആകുന്നുള്ളൂ. ഇത് എങ്ങനെ ഇത് എടുക്കും? കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ കള്ളപ്പണക്കാരും ഉണ്ട്, കൊള്ളക്കാരും ഉണ്ട്, എല്ലാവരും ഉള്ള രാജ്യമാണ്. അന്ന് അദ്ദേഹം മുൻപോട്ട് വെച്ചും 5 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്ന് ഏതൊക്കെ സാധ്യമായി എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അദ്ദേഹം മുൻപോട്ട് വെച്ച ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കള്ളപ്പണം ഇടപാട് പൂർണ്ണമായി ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. കള്ളപ്പണം, ബ്ലാക്ക് മണി. രണ്ടാമത്തേത് ഫേക്ക് നോട്ട്, കള്ളനോട്ടടി ഇല്ലാതാക്കും, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ തീവ്രവാദ ഫണ്ടിങ് നിൽക്കും, അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിപ്പിക്കും. അഞ്ചാമത്തേത് ബാങ്കുമായി എല്ലാ പൗരന്മാരെയും ബന്ധിപ്പിക്കും. ആറാമത്തേത് ബിനാമി ഇടപാടുകൾ നിയന്ത്രിക്കും. ഈ 6 ലക്ഷ്യങ്ങളാണ് അന്നത്തെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. നോട്ട് നിരോധനത്തിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇനി അതൊക്കെ എവിടെ നിൽക്കുന്നു, അതൊക്കെ എവിടെങ്കിലും എത്തിയെന്ന് നമുക്കറിയണ്ടേ 9 വർഷം പിന്നിടുമ്പോൾ. ഒന്ന്, ഡിജിറ്റൽ പേയ്മെന്റ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. 2016 ഒരു മാസം 1 ലക്ഷം രൂപയായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. 2024 ആയപ്പോഴേക്കും പെർ മന്ത് 12 ബില്യൺ ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്. അന്ന് തോമസ് ഐസക് ചോദിച്ചു കപ്പലണ്ടിക്കാരൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇന്ന് കപ്പലണ്ടിക്കാരനും എടുത്തു ചെന്നാലും ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിനുമുണ്ട്. പച്ചക്കറി കച്ചവടക്കാർക്കുണ്ട്. എന്തിന് അമ്പലത്തിലെ തിരുമേനിമാർ പോലും അവരുടെ മുണ്ടിന്റെ സൈഡിൽ ചില ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടതാണ്, അവര് ഈ QR കോഡ് തൂക്കിയിട്ടുണ്ട്. ദക്ഷിണ പോലും QR കോഡ് വഴി എത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഡിജിറ്റലൈസേഷൻ പോയി. പിന്നീട് ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഇവിടെ എത്തി, ജർമ്മനി അടക്കം. അതിന്റെ മന്ത്രിമാർ നമ്മുടെ തെരുവോരങ്ങളിൽ പോയി പച്ചക്കറി കടക്കാർ എങ്ങനെയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് കണ്ടുപഠിച്ചു. എന്തിന്? അവരുടെ രാജ്യത്ത് നടപ്പാക്കാനായിട്ട്. അങ്ങനെ ഡിജിറ്റലൈസേഷൻ നമ്മൾ സമ്പൂർണ്ണ വിജയത്തിലേക്ക് നീങ്ങി. ഇന്നിപ്പോൾ നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ, ഇല്ലെങ്കിൽ പിന്നെ ഭീമാപ്പ്, എന്തെങ്കിലുമൊക്കെ ഒരു വാലറ്റ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഇപ്പോഴത്തെ എല്ലാവരും സാധാരണപ്പെട്ടവരുടെ പോലും ട്രാൻസാക്ഷൻ അങ്ങനെയായി. പിച്ച എടുക്കുന്നതും പോലും ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്പർ തരുന്ന അവസ്ഥയിലേക്ക് മാറി. കാരണം ഗൂഗിൾ പേ വഴി ഇടുമ്പോഴത്തേനും 1 രൂപ 2 രൂപയ്ക്കൊന്നും 5 രൂപ ഒന്നും ആരും ഇടത്തില്ലല്ലോ. ഗൂഗിൾ പേ ഒരു 10 രൂപയെങ്കിലും മിനിമം കിട്ടും എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇനി 2, ബാങ്ക് അക്കൗണ്ടുകൾ ഭയങ്കരമായി വർദ്ധിച്ചു. കോടിക്കണക്കിന് ആളുകൾ ബാങ്ക് അക്കൗണ്ട് എടുത്തു. കാരണം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇനി ട്രാൻസാക്ഷനുകൾ നടക്കും. കാരണം ഈ 500-ന്റെ 1000-ന്റെ നോട്ടൊക്കെ മാറാൻ ആധാർ കാർഡ് മതിയായിരുന്നു. പക്ഷെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇത് പോരാതെ വരും എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് എല്ലാവരും ബാങ്ക് അക്കൗണ്ട് എടുത്തു. അതിന് പ്രധാനപ്പെട്ട കാര്യം ജൻധൻ യോജന അക്കൗണ്ട് എന്ന് പറഞ്ഞ ജൻധൻ അക്കൗണ്ടുകൾ കേന്ദ്രം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. മോദിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ജൻധൻ അക്കൗണ്ട്. അത് ഗ്രാമീണ മേഖലയുടെ സ്ത്രീകളെ ബാങ്കുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതുവഴിയാണല്ലോ ഇപ്പൊ ഈ ശമ്പളം, സബ്സിഡികൾ, കാർഷിക ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. സമ്മാൻ, കിസാൻ സമ്മാനൊക്കെ അതുവഴിയാണ് കൊടുക്കുന്നത്. അപ്പോ ജൻധൻ അക്കൗണ്ട് വല്ലാതെ അങ്ങ് കൂടി, 0 ബാലൻസിൽ അക്കൗണ്ടുകൾ ബാങ്കിലേക്ക് വന്നു. ഇനി മൂന്നാമത്തേത് ഇൻകം ടാക്സ് കളക്ഷൻ ഭയങ്കരമായി കൂടി. അതായത് കൂടുതൽ പേർ നികുതി അടച്ചു. ഈ പറയുന്നത് ഞാനും 2016 മുതലാണ് ഇത് കൃത്യമായി അടയ്ക്കാൻ തുടങ്ങിയത്. കാരണം നമുക്ക് മനസ്സിലായി പോക്ക് പണി കിട്ടും എന്നുള്ളത് വെച്ചിട്ടാണ്. അതുവരെ ഇല്ലായിരുന്നു. അപ്പൊ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, 2016 മുതൽ IT ഫയലിംഗ് ഇരട്ടിയായി. GST വരുമാനം കൂടി. അതായത് ചെറിയ ഒരാള് പോലും ബാങ്കിൽ ഇച്ചിരി പൈസ വന്നാൽ ഉടൻ തന്നെ നികുതി അടയ്ക്കാൻ ഓടുന്ന ഒരു കാര്യത്തിലേക്ക് എത്തി. കാരണം ഓടി നടന്ന് എല്ലാവരും പിടിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും ധനുഷിനോടും പറയാറുണ്ട് അതൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇപ്പൊ പിണയൊന്നും കിട്ടത്തില്ല, പക്ഷെ ഇനി അടുത്തത് കള്ളപ്പണം. അതാണ് ഫേക്ക് നോട്ട്. നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു നോട്ട് 500-ന്റെ 1000-ന്റെ ഫേക്ക് നോട്ട്സ് ആയിരുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മൾക്ക് ഈ ബാങ്കിൽ ചെന്നാലും എവിടെ ചെന്നാലും ഈ നമ്മൾ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കടക്കാരനായാലും ബാങ്കാരനായാലും തിരിച്ചും മറിച്ച് വെക്കും, നോക്കും, പിടിച്ചു നോക്കും, മണപ്പിച്ചു നോക്കും. കാരണം ഇത് കള്ളനോട്ട്. കാരണം കള്ളനോട്ട് ഏതാ റിയൽ നോട്ട് ഏതാന്ന് അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം.
കെട്ടുകണക്കിന് കണ്ടെയ്നറിനകത്ത് കൊച്ചിയിൽ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, കേരളത്തിൽ കണ്ടെയ്നറിനകത്ത് നോട്ട് വന്നു പാകിസ്ഥാനിൽ നിന്ന് അടിച്ചത്. ഈ ബാലക്കോട്ട്, ഗിൽജിത്ത്, ബാട്ടിസ്ഥാൻ അവിടെയൊക്കെ ഫാക്ടറികളായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്, നോട്ട് അടിച്ചിറക്കുന്ന ഫാക്ടറികൾ. അത്തരം നോട്ടുകൾ പൂർണ്ണമായി തന്നെ ഇല്ലാതായി, ഫേക്ക് കറൻസികൾ ഇല്ലാതായി. കാരണം പിന്നെ ഫേക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് കറൻസി എടുക്കുന്ന ഒരു ലാഭകരമായ ബിസിനസ് അല്ല, ഒന്ന് ഭയങ്കര നഷ്ടമാണ്. കാരണം ഒന്ന് നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ ഈ നോട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ കയ്യിലുള്ള നോട്ടില് ഓരോ സീരിയൽ ഇറങ്ങുമ്പോഴും, അതായത് 1 മാസമോ ഇല്ല 3 മാസമോ ഇല്ല 4 മാസമോ കൂടുമ്പോൾ ഇതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്താറുണ്ട്. നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവും. നമ്മളാരും ഈ നോട്ട് നമ്മൾ ഈ കളർ മാറുന്നതോ ഇല്ലെങ്കിൽ ഡിസൈൻ മാറുന്നതോ ഒക്കെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. അതിനകത്തുള്ള അക്ഷരങ്ങളുടെ ഫോണ്ടുകളോ ഇല്ലെങ്കിൽ അക്ഷരങ്ങളിലുള്ള ചെറിയ വ്യത്യാസമൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇറങ്ങുന്ന നോട്ടുകൾ കൃത്യമായി തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്പർ ഏത് ബാങ്കിലാണ് അല്ലെങ്കിൽ ഏത് ബാങ്കിന്റെ സർക്കിളിലേക്ക് ഇഷ്യൂ ചെയ്ത നോട്ടാണെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്ത് പറ്റി, ഈ കള്ളനോട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഇപ്പൊ കള്ളനോട്ട് അടിച്ച് വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ 4-5 സർക്കിൾ ഉണ്ടെന്നാണ് എന്റെ ഒരു ചെറിയ അറിവ്. എനിക്കതറിയില്ല കൃത്യമായിട്ട്. ആ 6 സർക്കിളിലും 6 സീരീസ് ആണ് വരുന്നത്, ഇല്ലെങ്കിൽ ആ ഒരു സീരിയലിലേക്ക് വരുന്നത്. അപ്പൊ അവൻ 6 ടൈപ്പ് നോട്ട് അടിക്കണം. പിന്നെ ഈ 3 മാസം കൂടുമ്പോൾ കേന്ദ്ര സർക്കാർ ഇറക്കുന്ന ആ ചെറിയ ചെറിയ മാറ്റങ്ങളുടെ അച്ചു നിരത്തി വീണ്ടും അടിക്കേണ്ടി വരും. പിന്നെ പേപ്പർ ക്വാളിറ്റി വരും. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ പലതും പിടിച്ചു പറിക്കാൻ പോകുന്നതാണെന്നായിരിക്കും അവൻ കരുതുന്ന ലാഭം. അപ്പം അവൻ അത് പൂർണ്ണമായി തന്നെ കള്ളനോട്ടടി പൂർണ്ണമായി തന്നെ നിന്നു. അതുപോലെ തന്നെ അതുവരെ ആളുകള് ഈ കയ്യിലിരിക്കുന്ന പണം, നമ്മുടെ നാട്ടിൽ ഈ പൈസ ഉള്ളവരുണ്ട്, നമ്മൾ എല്ലാവരും സാധാരണക്കാരാണ്, അല്ല, അത്യാവശ്യം പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കൂടുതൽ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ വട്ടിപ്പലിശക്കാരെയും ഡെയിലി ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇവരുടെ കൊണ്ട് പണം ഏൽപ്പിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ കിട്ടുന്നതിൽ എനിക്കൊരു 2%, 3% പലിശ തന്നാൽ മതി, എന്റെ പണത്തിന് ഏൽപ്പിക്കുമായിരുന്നു. അത് നിന്നു. കാരണം ഈ വട്ടിപ്പലിശക്കാരൻ പണം നിർത്തി. ഒപ്പം തന്നെ വട്ടിപ്പലിശക്കാരന്റെ പണം ഈ നോട്ട് നിരോധനത്തോടു കൂടി കണക്കിൽപ്പെടാത്ത പണമെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ത് പറ്റി, സാധാരണപ്പെട്ടവൻ അവന്റെ കയ്യിരിക്കുന്ന പൈസ എല്ലാം കൊണ്ട് ബാങ്കിലിട്ടു. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ ബാങ്കിൽ അക്കൗണ്ടുകൾ കൂടി പണം വന്നു കഴിഞ്ഞപ്പോൾ ബാങ്ക് എന്താണ് ചെയ്തത്, കുറഞ്ഞ പലിശ നിരക്ക് വന്നു. അതുകൊണ്ട് ഇന്നെന്താണ്, സാധാരണപ്പെട്ടവനും വീട് വെക്കാനും വീട് വാങ്ങാനും കാറ് വാങ്ങാനും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ ബാങ്ക് ലോണുകൾ അവൈലബിൾ ആയി. എന്തുകൊണ്ടാണ്, ബാങ്കിന്റെ ഒരുപാട് പണം വന്നതുകൊണ്ടാണത്. ഇന്നൊരു സാധാരണപ്പെട്ടവന് ഒരു കാറ് സ്വപ്നം കാണാം. പണ്ടൊക്കെ ഒരു കാറ് സ്വപ്നം പോലും കാണാൻ പറ്റില്ലായിരുന്നു. ഒരു ഇടത്തരക്കാരൻ ഇന്നൊരു കാറ് ഈസി ആയിട്ട് സ്വപ്നം കാണാം. ഒരു കാറ് വേണമെന്ന് പറഞ്ഞ ഒരു 10,000 ഫൈനാൻസ് നമുക്ക് വരും, പലതരം ഇൻട്രസ്റ്റും ഒക്കെ ആയിട്ട്, പല വേരിയേഷൻസിലുള്ള ഇൻട്രസ്റ്റുകളും മറ്റുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറും. പിന്നെ സർക്കാരിലേക്ക് വലിയ രീതിയിലുള്ള പണപ്രവാഹം ഉണ്ടായി. അതായത് നമ്മുടെ രാജ്യത്തിന് എല്ലാവർക്കും ഒരു അക്കൗണ്ടബിലിറ്റി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇല്ലീഗലായിട്ട് ഒരു പരിപാടി നടക്കാതായി. കാരണം ഇന്നിപ്പം 3 വർഷം മുമ്പ് ഞാൻ തന്നെ ഒരു വാർത്ത ചെയ്തിരുന്നു, നമ്മുടെ കേരളത്തിൽ ഈ പോക്കറ്റടിക്കാർ ഇല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ചില മുൻകാല പോക്കറ്റടിക്കാരോട് സംസാരിച്ചതിന് ശേഷം തന്നെയാണത് ആ വാർത്ത ചെയ്തത്. അപ്പൊ അന്ന് അവര് പറയുന്നത് ഇപ്പൊ പോക്കറ്റ് അടിച്ചിട്ട് വലിയ കാര്യങ്ങളില്ല, കാരണം എല്ലാവരും കാർഡിലേക്ക് മാറി. ആ കാർഡിലേക്ക് മാറിയത് കൊണ്ട് നോട്ടുകളോ പൈസകളോ ഇല്ല, ഒരു പേഴ്സ് കിട്ടും, കുറെ കാർഡും കിട്ടും. ഇത് കൈ കിട്ടിയിട്ട് ഒരു കാര്യവും നമുക്കില്ല എന്നുള്ളതാണ്. പ്രസ്ഥാനങ്ങളാണല്ലേ പൂട്ടി പോയത്, പോക്കറ്റ് അതാ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെയും കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. ഇനി ഇതിന്റെ ഡീമെറിറ്റ്സിലേക്ക് നമുക്ക് പോവാം. അതിനും ഒരു പരിഹാരം വരുന്നുണ്ട്. അതിലൊന്ന്, നമ്മുടെ നമ്മൾ ഇതെല്ലാം ഡിജിറ്റലൈസേഷനിലേക്ക് മാറിയപ്പോൾ എന്ത് കാര്യം ചെയ്താലും കുറെ ഫ്രോഡുകൾ അതിൽ വരും, സ്വാഭാവികം മാത്രമാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ. ഇത് ഡിജിറ്റലൈസേഷനിലേക്ക് മാറിയപ്പോൾ ഡിജിറ്റൽ ക്രിമിനലുകൾ, എന്താ നമ്മൾ ഐ ടി ഫീൽഡിലൊക്കെ സ്കാമേഴ്സ് ധാരാളമായി കൂടുകയും നമ്മുടെ പണം തട്ടിയെടുക്കാൻ ആരംഭിക്കുകയും ചെയ്തിരിക്കും. അതായത് നമ്മുടെ പാസ്വേഡുകൾ ഹാക്ക് ചെയ്തെടുക്കുക, നമ്മുടെ OTP അയച്ച് നമ്മളെ കബളിപ്പിക്കുക, ഇതൊക്കെയാണ്. അതിനും ഇപ്പോൾ സർക്കാർ ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുന്നു. ആ പദ്ധതി പ്രകാരം ഇനി മുതൽ നമുക്ക് ഈ പാസ്വേഡ് ഒന്നും ഉണ്ടാകില്ല, പകരം നമ്മുടെ തമ്പ് ഇംപ്രഷനാണ്. എന്തായാലും ഇനിയിപ്പോൾ ഇതിന് പൈസ അടിച്ച് മാറണമെങ്കിൽ നമ്മുടെ വിരൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഇനി വിരലെ കുറിച്ചെടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്കറിയില്ല, കാരണം അതാണ് ഇനി വരാൻ പോകുന്ന ഒരു സാധനം. മറ്റൊന്ന്, ഓഫ്ലൈനിൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു സംവിധാനം കൂടി വരുമ്പോൾ ഏതാണ്ട് ഡിജിറ്റലൈസേഷൻ കുറ്റമറ്റതാണെന്ന് പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, മനുഷ്യനാണ്, അവൻ ഇതിനെ കവർ ചെയ്ത് മോട്ടിക്കാനുള്ള എന്തെങ്കിലും ഒരു തന്ത്രം കണ്ടെത്തും. കാരണം കള്ളന്മാർ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഇതിന്റെ. പിന്നെ ബിനാമി ഇടപാടുകൾ നിയന്ത്രിക്കുകയല്ല, പിടിച്ചെടുക്കുക ചെയ്തതോടുകൂടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കേന്ദ്ര സർക്കാരിന് മാറി. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേർക്ക് ബെനാമി
ഇടപാടിൽ സ്വത്തുക്കളുണ്ടായിരുന്നു. തമിഴ്നാട്ടിലും തേനിയിലും ഒക്കെ മന്ത്രിമാരടക്കം മുൻ മന്ത്രിമാരടക്കമുള്ളവർക്കുണ്ടായിരുന്നു. നമ്മൾ പേരൊന്നും പറയുന്നത് അതൊക്കെ പോയി ധനുഷ്യ. കാരണം അതൊന്നും കണക്കിപ്പെടാത്തതായിരുന്നു, സർക്കാരിലേക്ക് കണ്ടുകെട്ടിപ്പോയി. ഇനി വേറൊരു വലിയ ഇതിൽ ചില കേസുകൾ നടന്നിരുന്നു. കാരണം പാകിസ്ഥാൻ പൗരന്മാർ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ പൗരന്മാർ നേരത്തെ ഇന്ത്യക്കാരായിരുന്നു, അവരുടെ സ്വത്തുവകകൾ ഇന്ത്യയിലുണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടുകെട്ടി. അതിനകത്തൊരു കേസാണ് നമ്മുടെ ഇവിടെ മഹാരാഷ്ട്രയില് ഒരു കുത്തേറ്റ സെയ്ഫ് അലി ഖാന്റെ കുടുംബം, രാജകുടുംബമാണ് പട്ടോടിയ. ആ കുടുംബത്തിന്റെ ഏതാണ്ട് 2000 കോടി രൂപയ്ക്ക് മുകളിലുള്ള സ്വത്ത് ഉണ്ടായിരുന്നു, പാലസും ഇതൊക്കെ. പക്ഷെ ഇത് സ്വത്ത് എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പാകിസ്ഥാനാണ്, ഒറിജിൻ പാകിസ്ഥാനിലേക്ക് പോയി ഇവർ ഇന്ത്യ വിഭജന കാലത്ത്. പിന്നെ ആ സ്വത്തുക്കൾ വെച്ചിട്ട് ഇവരത് പലർക്കാട് റിയൽ എസ്റ്റേറ്റും ഒക്കെ നടത്തി മുമ്പോട്ട് പോകുമായിരുന്നു. ആ സ്വത്ത് സർക്കാർ പിടിച്ചെടുത്തു. കാരണം ഇവരുടെ അല്ല ഈ സ്വത്ത്, ബിനാമി ഇടപാടിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ബിനാമി ഇടപാടിൽ ഇതിന്റെ ആദ്യ വർഷം തന്നെ 63,000 ഹെക്ടറും ഏക്കറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.5 ഏക്കറാണ്. അപ്പം 63,000 ഹെക്ടർ സ്ഥലം അന്ന് തന്നെ ആ ഒരു കാലയളവിൽ തന്നെ വന്നു. പിന്നെ ഇതിനെ വിമർശിക്കുന്നവർ പറയുന്ന ഒരുപാട് കാര്യമുണ്ട്. ബിസിനസിന്റെ നട്ടലൊടിച്ചു. ഒപ്പം തന്നെ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നോട്ടുകളെല്ലാം തിരിച്ചു വന്നില്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചു. അതിനും മറുപടി ഉണ്ട്. ഈ സർക്കാർ ഇറക്കിയ നോട്ട് മാത്രമല്ലായിരുന്നു നമ്മുടെ വിപണിയിൽ ഉണ്ടായിരുന്നത്, അതിനേക്കാൾ കൂടുതൽ നോട്ടുകൾ ഉണ്ടായിരുന്നു. ശരിയാണ് പറഞ്ഞത്, സർക്കാർ ഇറക്കിയ നോട്ടൊക്കെ തിരിച്ചെത്തി. കാരണം ഒറിജിനൽ ആണല്ലോ സാധനം, ഫേക്ക് ഒന്നും വന്നിട്ടില്ല. ഫേക്കിന്റെ എണ്ണം നമുക്ക് എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റുമെങ്കിൽ അതിനെ കള്ളനോട്ടം നമ്മൾ പറയില്ലല്ലോ. അതാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട മറുപടി. പിന്നെ നട്ടലൊടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, തുടക്ക കാലഘട്ടത്തിൽ ഈ ഇടത്തരം കച്ചവടക്കാര്, ചെറുകിട കച്ചവടക്കാരുണ്ടായിരുന്നു, അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഈ വഴിയോര കച്ചവടക്കാർക്കും മറ്റുമൊക്കെ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് മാറാൻ അവർക്കൊരു ടൈമിങ് വേണ്ടി വന്നു. ആ ടൈമിങ് ഘട്ടത്തിലേക്ക് നമുക്ക് അവരെ ഈ ഇപ്പൊ നമ്മുടെ കപ്പലിന്റെ കച്ചവടക്കാരൻ QR കോഡ് ഉണ്ട്. മുമ്പ് അതില്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവർക്ക് അവരുടെ ബിസിനസ്സിൽ വലിയ ഡള്ള് ഉണ്ടായി. പക്ഷെ അതിനും മോദി ഒരു പരിഹാരം കണ്ടിരുന്നു. കോവിഡ് കാലത്ത് ഈ തള്ളുവണ്ടി കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ഒരു 50,000 രൂപ വെച്ച് അദ്ദേഹം കൊടുത്തു, തിരിച്ചടയ്ക്കേണ്ടത് 50,000. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് നടപ്പാക്കിയത് ഈ പാലക്കാട് ശ്രീകൃഷ്ണകുമാർ എന്ന് BJP ഒരു നേതാവുണ്ട്. അദ്ദേഹം പാലക്കാടിന്റെ കൗൺസിലർ വൈസ് ചെയർമാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം അത് കോവിഡ് കാലത്ത് അത് ചെയ്തിരുന്നു. എനിക്ക് 10-50 ഈ തള്ളുവണ്ടിക്കാർക്ക്, ഈ 4 വീലിൽ തള്ളിക്കൊണ്ടുവന്ന് കച്ചവടം ചെയ്യത്തില്ലേ, അവർക്ക് അത് കിട്ടിയിരുന്നു, ആനുകൂല്യം കിട്ടിയിരുന്നു. അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, അതിന്റെ ഗുണവുമുണ്ട് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വിപണിയെ ചലിപ്പിച്ചുകൊണ്ടിരുന്ന ഈ നമ്മുടെ കേരളത്തിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി കച്ചവടമായിരുന്നു നമ്മുടെ വിപണിയെ ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഗതിയില്ലാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലം വിൽക്കുമ്പോഴത്തേനും വലിയ രീതിയിൽ വന്നിട്ട് ആ സ്ഥലം മേടിച്ചുകൊണ്ട് പോകാൻ ആളുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞ ഉടനെ കൺസ്ട്രക്ഷൻ തുടങ്ങും. ആ കൺസ്ട്രക്ഷൻ മേഖലയിലും ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വലിയ ഡള്ള് അനുഭവപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്വർണം വാങ്ങിക്കൂട്ടുന്നൊരു പതിവുണ്ടായിരുന്നു. അതിനുശേഷം സ്വർണത്തിന് കർശനമായ നിർദ്ദേശം വന്നു. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണക്കടക്കാർക്കൊക്കെ ബില്ല് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. ബില്ല് മാത്രമല്ല, എത്രാണ തുകയ്ക്ക് മുകളിൽ, ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിൽ സ്വർണം വാങ്ങുകയാണെങ്കിൽ വാങ്ങുന്നവന്റെ ആധാർ കാർഡ് ഉൾപ്പെടെ വാങ്ങി വെക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പൈസ ഉള്ളവരും മറ്റുമൊക്കെയാണ് സ്വർണത്തിലേക്ക് വന്നത്. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥ നട്ടല് തകർക്കുന്ന പല കാര്യങ്ങളും. ഇതുകൊണ്ട് ഗുണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണപ്പെട്ടവനും വാങ്ങാം എന്നൊരു നിലയിലേക്ക് എത്തി. ഒന്നാമത്തെ കാര്യം, ഈ സ്വർണത്തിന്റെ ഈ വിപണി നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഈ കള്ളപ്പണക്കാർ പോയതോടുകൂടി എല്ലായിടത്തും ഏതാണ്ടൊക്കെ ഒരു വില ആയിട്ട് മാറുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അതായത് കുറച്ച് രാഷ്ട്രീയക്കാരെയും മാധ്യമപ്രവർത്തകരും മാഫിയകളും ചേർന്ന് ഈ രാജ്യം സാമ്പത്തികമായി നിയന്ത്രിച്ചിരുന്നതിൽ നിന്ന് അത് ഒരു കേന്ദ്രീകൃത നിയമത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്.